ഹായ് ഹലോ ഫുജിറ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചിയാ സീഡിനെ പറ്റിയാണ്. കാഴ്ചയിൽ വളരെ ചെറുതാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് വലുതാണ് ഈ ചിയാ സീഡ്. ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ചിയാ സീഡിനെ വേർതിരിച്ചെടുക്കുന്നത്. കസ്കസും ചിയാ സീഡും ഒന്നാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. കാഴ്ചയിൽ ഒരുപോലെയാണെങ്കിലും കസ്കസും ചിയാ സീഡും എടുക്കുന്നത് വ്യത്യസ്തമായ രണ്ട് ചെടികളിൽ നിന്നാണ്. ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഒരു കലവറ തന്നെയാണ് ചിയാ സീഡ്. ഈയിടെയായി വെയ്റ്റ് ലോസ് ജേണിയിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി മാറിയിരിക്കുകയാണ് ഈ ചിയാ സീഡ്. ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനും എല്ലിൻ്റെ ആരോഗ്യത്തിനും എല്ലാം ചിയാ സീഡ് വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗങ്ങൾ തടയാനുമെല്ലാം ചിയാ സീഡിൻ്റെ ഉപയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സ്കിന്നിനെ ഹെൽത്തിയറായി വയ്ക്കാനും ഒരു ഗ്ലോ തരാനുമൊക്കെ ചിയാ സീഡിന് നല്ല കഴിവുണ്ട്. 25 മുതൽ 30 ഗ്രാമോളം ചിയാ സീഡാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ടത്. ഇത്രയേറെ ഗുണങ്ങളുള്ളതാണെങ്കിലും 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചിയാ സീഡ് ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് പല അസുഖങ്ങളും ശരീരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അമിതമായ ചിയാ സീഡിൻ്റെ ഉപയോഗത്തിലൂടെ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ചിയാ സീഡിൽ വളരെയധികം ഫൈബറിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അമിതമായ ഉപയോഗം വയറുവേദന, ഡയറിയ, അതുപോലെ തന്നെ വയറ് ഫുള്ളായിട്ടുള്ള ഫീലിങ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ചിയാ സീഡ് സ്കിന്നിനെ ഹെൽത്തിയറായി വെക്കുമെങ്കിലും അമിതമായ ഉപയോഗം കൊണ്ട് അലർജിക് റിയാക്ഷൻ പോലെയുള്ള ചൊറിച്ചിൽ, നാക്കും ചുണ്ടും തടിച്ചു വീർക്കൽ എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. ബ്ലഡ് പ്രഷർ താരതമ്യേന കുറവായൊരു വ്യക്തി എക്സസീവ് അമൗണ്ടിൽ ചിയാ സീഡ് കഴിക്കുന്നതിലൂടെ വീണ്ടും ബ്ലഡ് പ്രഷർ കുറയുകയും പിന്നീട് ഹൈപ്പോടെൻഷൻ എന്ന അവസ്ഥയിലേക്ക് നയിക്കുമെന്നും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടിയുള്ള ഒന്നാണ് ചിയാ സീഡ്. അതായത് എക്സസീവായി ചിയാ സീഡ് കഴിക്കുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇൻക്രീസ് ചെയ്യുകയും അത് ബ്ലീഡിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. ആൽഫ ലിനോലെനിക് ആസിഡ് അഥവാ ALA എന്നാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡിനെ അറിയപ്പെടുന്നത്. ALAയുടെ ലാർജ് കൺസപ്ഷൻ കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി തൊണ്ടയിൽ അടഞ്ഞ് ശ്വാസം കൃത്യമായ രീതിയിൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. ചോക്കിങ്ങിൻ്റെ ഒരു യൂണിവേഴ്സൽ സൈനാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള ചിയാ സീഡ് കഴിക്കുന്നതിലൂടെ അത് തൊണ്ടയിൽ ഒട്ടിപ്പിടിക്കുകയും തുടർന്ന് ചോക്കിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് ചിയാ സീഡ് കഴിക്കുമ്പോൾ അത് കുതിർത്തി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്ത് കഴിക്കുമ്പോഴും കൃത്യമായ രീതിയിലും കൃത്യമായ അളവിലും കഴിക്കാൻ ശ്രമിക്കുക. അമിതമായാൽ അമൃതും വിഷവും എന്ന പഴഞ്ചൊല്ല് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thanks for watching.